പ്രിയ കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വൃത്തങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അർദ്ധവൃത്തത്തിൽ കോൺ 90 ഡിഗ്രി ആയിരിക്കും, അതായത് ആംഗിൾസ് ഇൻ എ സെമി സർക്കിൾ ഈസ് 90 ഡിഗ്രി. അപ്പൊ ഇന്ന് ഈ ഒരു ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നിങ്ങൾ എല്ലാവരും നന്നായി മനസ്സിലാക്കുക. ഇവിടെ ഒന്നാമത്തെ ചിത്രത്തില് എ ബി വ്യാസമാണ്. എ ബി എന്ന വ്യാസത്തിന്റെ രണ്ടറ്റങ്ങളും എ ബി എന്നീ ബിന്ദുക്കളെ പി എന്ന ബിന്ദുവിലേക്കും ആർ എന്ന ബിന്ദുവിലേക്കും അതേപോലെ ക്യൂ എന്ന ബിന്ദുവിലേക്കും യോജിപ്പിച്ചിട്ടുണ്ട്. ഈ ഓരോ പോയിന്റിലും ഉണ്ടാക്കുന്ന കോണുകൾ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഈ ഓരോ പോയിന്റിലും പി ക്യൂ ആർ എന്നീ ബിന്ദുക്കളിലെ കോണളവുകൾ എന്താണെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ് പഠിച്ചതാണ്. ആംഗിൾസ് ഇൻ എ സെമി സർക്കിൾ ഈസ് 90 ഡിഗ്രി, or the end points of a diameter of a circle are joined to any point on the circle, we get an angle 90 degree. അതായത് വ്യാസത്തിന്റെ അറ്റങ്ങൾ വൃത്തത്തിലെ ബിന്ദുവുമായി യോജിപ്പിച്ചാൽ കിട്ടുന്ന കോൺ എന്താണ്? 90 ഡിഗ്രിയാണ്. അല്ലെങ്കിൽ അർദ്ധവൃത്തത്തിലെ കോൺ എന്താണ്? 90 ഡിഗ്രിയാണ്. അപ്പൊ ഈ കോണുകളെല്ലാം കോൺ പി അല്ലെങ്കിൽ കോൺ ആർ ഇവയ്ക്ക് എന്താണ്? 90 ഡിഗ്രിയാണ്. കോൺ എ പി ബി ഈക്വൽ ടു കോൺ എ ആർ ബി ഈക്വൽ ടു കോൺ എ ക്യു ബി അല്ലെ? എല്ലാ കോണുകളും എന്താണ്? 90 ഡിഗ്രിയാണ് നമുക്ക് അറിയാം. ഇനി നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്, ഇങ്ങനെ വ്യാസത്തിന്റെ അറ്റങ്ങൾ വൃത്തത്തിലെ ബിന്ദുവുമായി യോജിപ്പിക്കുന്നതിന് പകരം ഏതെങ്കിലും ഒരു ഞാൺ എടുത്തിട്ട് ആ ഞാണിന്റെ അറ്റങ്ങൾ എൻ പോയിന്റുകൾ വൃത്തത്തിൽ ഏതെങ്കിലും ബിന്ദുവുമായി യോജിപ്പിച്ചാൽ കിട്ടുന്ന കോണുകൾ തുല്യമാണോ? കോൺ എ ആർ ബിക്ക് തുല്യമായിട്ടുള്ള മറ്റൊരു കോൺ നമുക്ക് ഇതിൽ വരയ്ക്കാൻ സാധിക്കുമോ എന്നുള്ളതിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പൊ ഈ വ്യാസത്തിന്റെ അറ്റങ്ങളാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എല്ലാ കോണുകളും എന്താണ്? 90 ഡിഗ്രിയാണ്. ഇപ്പൊ വ്യാസങ്ങളല്ലാത്ത ഞാണുകളുടെ അറ്റങ്ങൾ വൃത്തത്തിൽ ഏതെങ്കിലും ബിന്ദുവുമായി യോജിപ്പിച്ചാൽ കിട്ടുന്ന കോണുകളെല്ലാം തുല്യമാണോ, അല്ലെങ്കിൽ ഈ വൃത്തഭാഗങ്ങളിലെ കോണുകളെല്ലാം തുല്യമാണോ എന്ന് നമുക്കിന്ന് പരിശോധിക്കുന്നത്. ഇവിടെ ഒന്നാമത്തെ ചിത്രത്തില് എ ബി എന്ന വരയിലെ കോണിന്റെ അളവ് എന്താ നമുക്കറിയാം? എന്താണ്? 180 ഡിഗ്രിയാണ് അല്ലെ? അപ്പൊ ഇതിന്റെ എൻ പോയിന്റുകൾ സർക്കിളിലെ വൃത്തത്തിലെ ഒരു ബിന്ദുവുമായി യോജിച്ചുണ്ടാക്കി എന്താണ്? 90 ഡിഗ്രിയാണ്. അതായത് ഇതിന്റെ ഹാഫ് ആണ് വരുന്നത്. ഇതേപോലെ ഇവിടെ 180 ആണെങ്കിൽ ഇവിടെ എന്താണ് വരുന്നത്? 90 ഹാഫ് ആണ് വരുന്നത്. ഇതുപോലെ കേന്ദ്രകോണുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് എന്തെങ്കിലും പ്രത്യേകത ഈ കോണുകൾക്ക് പറയാൻ പറ്റുമോ? അത് കോൺ എ ഒ ബി എന്ന് പറയുന്നത് എ ബി എന്ന ഞാണിന്റെ കേന്ദ്രകോണാണ്. ഈ കേന്ദ്രകോണിന്റെ അളവും കോൺ എ പി ബിയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നാണ് നമുക്കിന്ന് മനസ്സിലാക്കേണ്ടത്. അതിനു വേണ്ടിയിട്ട് എ ബി പി എന്നീ ബിന്ദുക്കളെ കേന്ദ്രവുമായി യോജിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ 3 സമപാർശ്വ ത്രികോണങ്ങൾ ഐസോസിസ് ട്രയാങ്കിൾസ് കിട്ടിയിട്ടുണ്ട്. ഈ ഓരോ ത്രികോണങ്ങളിലും ഓരോ കോണുകൾ നമ്മൾ ചൂസ് ചെയ്തിട്ടുണ്ട്. കോൺ എ പി ഒ എന്ന് പറയുന്നത് എക്സ് ഡിഗ്രി എന്നും കോൺ ബി പി ഒ വൈ ഡിഗ്രി എന്നും ചൂസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ത്രികോണത്തിലെ മറ്റൊരു കോൺ എന്തായിരിക്കും? എക്സ് ഡിഗ്രിയാണ് നമുക്ക് പറയാൻ പറ്റും. അതായത് ഈ 2 വശങ്ങള് ആരങ്ങളാണ്, റേഡിയസ് ആണ് വൃത്തത്തിന്റെ. അപ്പൊ തുല്യമായ വശങ്ങൾക്കെതിരെയുള്ള കോണുകൾ എന്തായിരിക്കും? തുല്യമായിരിക്കും. അപ്പൊ ഇത് എക്സ് ഡിഗ്രി ആണെങ്കിൽ ഇത് എന്തായിരിക്കും? എക്സ് ഡിഗ്രി ആയിരിക്കും. അങ്ങനെ വരുമ്പോൾ ഇതുപോലെ ത്രികോണം ബി ഒ പിയില്, ട്രയാങ്കിൾ ബി ഒ പിയില് കോൺ ഒ പി ബി ഈക്വൽ ടു വൈ ഡിഗ്രി, കോൺ ഒ ബി പി ഈക്വൽ ടു വൈ ഡിഗ്രി. ഓൾസോ വി ഗെറ്റ് ദി തേർഡ് ആംഗിൾ. ഈ മൂന്നാമത്തെ കോൺ നമുക്ക് കണ്ടെത്താൻ പറ്റും. സം ഓഫ് ആംഗിൾസ് ഇൻ എ ട്രയാങ്കിൾ ഈസ് 180 degree. Therefore, the third angle, this one is 180 minus y plus y. എന്താണ് y plus y? 2y. അതുപോലെ ഈ ആംഗിൾ എന്ത് കിട്ടും നമുക്ക്? 180 മൈനസ് x plus x, അതായത് 2x എന്ന് കണ്ടെത്താൻ പറ്റും. ഇനി ഈ ത്രികോണത്തില് ഇതൊരു സമപാർശ്വ ത്രികോണമാണ്. ത്രികോണം AOB is an isosceles triangle. Let us take angle AOB equal to C degree. Angle AOB equal to C degree നമുക്ക് ചൂസ് ചെയ്യാം. കേന്ദ്രത്തിലെ 3 കോണുകൾ, ഈ സെന്ററിലെ 3 ആംഗിൾസ്, ഒന്ന് 180 മൈനസ് 2x, 180 മൈനസ് 2y, മറ്റൊന്ന് C degree. We have the sum of angles around a point is 360 degree. ഒരു ബിന്ദുവിന് ചുറ്റുമുള്ള കോണുകളുടെ തുക, അല്ലെങ്കിൽ സം ഓഫ് സെൻട്രൽ ആംഗിൾസ്, ഈ പോയിന്റിന് ചുറ്റുമുള്ള കോണുകളുടെ തുക എന്താണ്? 360 ഡിഗ്രിയാണ്. അപ്പൊ അതനുസരിച്ച് 180 മൈനസ് 2x പ്ലസ് 180 മൈനസ് 2y പ്ലസ് C is equal to 360 ഡിഗ്രിയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കാര്യങ്ങൾ ക്ലിയർ ആവുന്നുണ്ടല്ലോ അല്ലെ?
180 മൈനസ് 2x പ്ലസ് 180 മൈനസ് 2y പ്ലസ് c ഈക്വൽ ടു 360. അതായത് ഈ മൂന്ന് കോണുകൾ കൂട്ടിക്കഴിഞ്ഞാൽ എന്താണ്, ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 360 ആണ്. ബ്രാക്കറ്റ് ഒഴിവാക്കിയിട്ട് എഴുതിയതാണ്. 180 മൈനസ് 2x പ്ലസ് 180 മൈനസ് 2y പ്ലസ് c ഈക്വൽ ടു 360 ഡിഗ്രി. Then 180 plus 180 360. Then minus 2x minus 2y plus c equal to 360. Then ഈ c ഒഴികെയുള്ള മറ്റേ ആംഗിൾസ് എല്ലാം നമുക്ക് എന്ത് ചെയ്യാം, റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകാം. c is equal to, ഇവിടെ ഓൾറെഡി ഒരു 360 ഉണ്ട്. അപ്പൊ 360 മൈനസ് 360, ഈ മൈനസ് 2x റൈറ്റ് സൈഡിലൂടെ ഉണ്ടാവും. ഈ മൈനസ് 2x ഈക്വൽ സൈന്റെ റൈറ്റിലേക്ക് പോകുമ്പോൾ പ്ലസ് 2x ആയി മാറും. Then minus 2y plus 2. Then 360 minus 360 എന്താണ്, 0. 2x plus 2y, 2 taken outside, 2 into x plus y. അതായത് c is equal to 2 into x plus y എന്ന് കിട്ടിയിട്ടുണ്ട്. അതായത് ഈ എ ബി എന്ന ആർക്കിന്റെ, അതായത് ഈ ഒരു ചാപത്തിന്റെ കേന്ദ്രകോൺ c ഡിഗ്രി എന്നായിരുന്നു നമ്മൾ ചൂസ് ചെയ്തിരുന്നത്. ഈ സിയും ഇതിന്റെ ബാക്കി വരുന്ന ഇത്രയും പാർട്ടിലെ ഒരു ആംഗിൾ, അതായത് ആംഗിൾ എ പി ബി, കോൺ എ പി ബി എക്സ് പ്ലസ് വൈ ആയിരുന്നു. ഈ എക്സ് പ്ലസ് വൈയും സിയും തമ്മിലുള്ള റിലേഷൻ നമുക്ക് കിട്ടിയിരിക്കുന്നത് സി ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു എക്സ് പ്ലസ് വൈ. ഈ സെൻട്രൽ ആംഗിൾ എന്ന് പറയുന്നത് ഈ ആംഗിളിന്റെ 2 ടൈംസ് ആയിരിക്കും. അതായത് എക്സ് പ്ലസ് വൈയുടെ 2 ടൈംസ്. എക്സ് പ്ലസ് വൈയുടെ 2 മടങ്ങാണ് സി എന്ന കോണളവെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒന്ന് മാറ്റി എഴുതി കഴിഞ്ഞാൽ എക്സ് പ്ലസ് വൈ സമം സി ബൈ 2. എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത് ഹാഫ് സി ഡിഗ്രിയാണ്. സി ഡിഗ്രിയുടെ, അതായത് ഈ സെൻട്രൽ ആംഗിളിന്റെ ഹാഫ് ആണെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ആംഗിൾ എ പി ബി ഈക്വൽ ടു ഹാഫ് സി ഡിഗ്രി. എ ബി എന്നുള്ളത് ഒരു കോഡായിട്ടാണ് നമ്മൾ ചൂസ് ചെയ്തത്. ഒരു ഞാണായിരുന്നു. ആ ഞാൻ സെന്ററായിട്ട് ജോയിൻ ചെയ്തിട്ടുള്ള ആംഗിൾ ആണ് സി. അതേ ഞാണിന്റെ അറ്റങ്ങൾ, എൻ പോയിന്റുകൾ ഈ ഒരു ആർക്കിന്റെ ബാക്കി വരുന്ന ആർക്ക്, ആ ഒരു ആർക്കില് മാർക്ക് ചെയ്തിട്ടുള്ള ആംഗിൾ ആണ് എന്ത്, എക്സ് പ്ലസ് വൈ എന്ന് നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ളത്. അതായത് ആംഗിൾ എ പി ബി. അപ്പൊ ഈ 2 ആംഗിളും തമ്മിലുള്ള റിലേഷൻ ആണ് എന്ത്, ഇതിന്റെ ഹാഫ് ആയിരിക്കും, ഇതിന്റെ ഡബിൾ ആയിരിക്കും ഇത്, അല്ലെങ്കിൽ ഇതിന്റെ ഹാഫ് ആയിരിക്കും ഇയാൾ, അല്ലെ? ഇപ്പൊ ലാർജർ പാർട്ടില് നമ്മൾ മേക്ക് ചെയ്തിട്ടുള്ള ആംഗിളിന്റെ പ്രത്യേകതയാണ് നമ്മളിപ്പോ കണ്ടിട്ടുള്ളത്. ഇനി അതേപോലെ നേരെ തിരിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതായത് സ്മോളർ പാർട്ടിൽ, അതായത് ചെറിയ ആർക്കിലേക്ക് നമ്മൾ ഒരു ആംഗിൾ വരച്ചു കഴിഞ്ഞാൽ, ആംഗിൾ എ പി ബി പോലെ ആംഗിൾ എ ക്യൂ ബി വരച്ചു കഴിഞ്ഞാൽ, ആംഗിൾ എ ക്യൂ ബിയും അതേപോലെ എ പി ബി എന്ന ആർക്കിന്റെ സെൻട്രൽ ആംഗിൾ തമ്മിലുള്ള റിലേഷൻ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എ പി ബി എന്ന ചാപത്തിന്റെ കേന്ദ്രകോണും അതിന്റെ ബാക്കി വരുന്ന ചാപത്തിലെ കോണും തമ്മിലുള്ള റിലേഷൻ ഇതുപോലെ നമുക്ക് പകുതിയാണെന്ന് കണ്ടെത്താൻ പറ്റും. പൊതുവായി നമുക്ക് ഇങ്ങനെ പറയാം, വ്യാസമല്ലാത്ത ഒരു ഞാൻ വൃത്തത്തെ ഒരു വലിയ ഭാഗവും ഒരു ചെറിയ ഭാഗവുമായി മുറിക്കുന്നു. വലിയ ഭാഗത്തിലെ ഏതു ബിന്ദുവുമായും ഞാനിന്റെ അറ്റങ്ങൾ യോജിപ്പിച്ച് കിട്ടുന്ന കോൺ അവ വൃത്ത കേന്ദ്രവുമായി യോജിപ്പിച്ച് കിട്ടുന്ന കോണിന്റെ പകുതിയാണ്. ചെറിയ ഭാഗത്തിലെ ഏതു ബിന്ദുവുമായും ഞാനിന്റെ അറ്റങ്ങൾ യോജിപ്പിച്ച് കിട്ടുന്ന കോൺ കേന്ദ്രത്തിലെ കോണിന്റെ പകുതി 180 ഡിഗ്രിയിൽ നിന്ന് കുറച്ചതാണ്. Any chord which is not a diameter splits the circle into unequal parts. The angle got by joining any points on the larger parts to the ends of the chord is half the angle got by joining the center of the circle to these ends. The angle got by joining any point on the smaller part to the ends of the chord is half the angle at the center subtracted from 180 degree. അത് സെൻട്രൽ ആംഗിൾ നമ്മൾ ചെറുത് സി ഡിഗ്രി ആണ് ചൂസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അവശേഷിക്കുന്ന ഭാഗം വരുന്നത് 360 മൈനസ് സി ഡിഗ്രി ആയിരിക്കും.
360 മൈനസ് സി ഡിഗ്രിയുടെ ഹാഫ് ആയിരിക്കും ചെറിയ ആർക്കിൽ മേക്ക് ചെയ്യുന്ന, അതായത് ചെറിയ ചാപത്തിലെ കോണായിട്ടുള്ള കോൺ എ ക്യൂ ബിയുടെ അളവ്. 360 മൈനസ് സി ബൈ 2, അതായത് 180 മൈനസ് ഹാഫ് സി ഡിഗ്രി ആയിരിക്കും. ആംഗിൾ എ ക്യൂ ബി, അതായത് കോൺ എ ക്യൂ ബി എന്ന് പറയുന്നത് 180 മൈനസ് ഹാഫ് സി ഡിഗ്രി ആയിരിക്കും. ഇവിടെ ചിത്രത്തിൽ കാണുന്ന ഓരോ ചാപത്തിനെയും മറ്റേ ചാപത്തിനെ മറുചാപമെന്നോ പൂരക ചാപമെന്നോ വിളിക്കാം. In the figure, each of these two arcs can be called the alternate arc or complementary arc of the other. നമ്മൾ ഇതുവരെ കണ്ട കാര്യങ്ങളെല്ലാം പൊതുവായിട്ട് നമുക്ക് ഇങ്ങനെ പറയാം. വൃത്തത്തിലെ ഏതു ചാപവും കേന്ദ്രത്തിൽ ഉണ്ടാക്കുന്ന കോണിന്റെ പകുതിയാണ് മറുചാപത്തിൽ ഉണ്ടാക്കുന്ന കോൺ. അപ്പൊ ചാപം എന്താണ്, മറുചാപം എന്താണെന്നുള്ള കാര്യം വ്യക്തമായില്ലേ? ഈ ഒരു ചിത്രത്തില് എ ആർ ബി എന്ന് പറയുന്നത് ഒരു ചാപമാണെന്ന് പറയാം നമുക്ക്, അല്ലെ? അങ്ങനെയാണെങ്കിൽ ഇതിന്റെ മറുചാപം എന്ന് പറയുന്നത് എ പി ബി ആണ്, അല്ലെങ്കിൽ എ ക്യൂ ബി ആണ്. എ ആർ ബി is an arc and APB is the alternate arc of arc ARB. ARB എന്ന ആർക്കിന്റെ alternate arc ആണ് ആർക്ക് APB. അതായത് ഒരു ചാപത്തിന്റെ കൂടെ ഏതൊരു ചാപം ചേർത്ത് വെച്ചാലാണ് ഒരു കംപ്ലീറ്റ് വൃത്താവുന്നത്. അതിനെ പരസ്പരം പറയുന്ന പേരാണ് ഒന്ന് ആർക്കും മറ്റത് ആൾട്ടർനേറ്റ് ആർക്കും, ഒന്ന് ചാപവും മറ്റത് മറുചാപവും. അപ്പൊ ഇപ്പോ കണ്ട കാര്യങ്ങൾ പൊതുവായിട്ട് ഇങ്ങനെ പറയാം. വൃത്തത്തിലെ ഏത് ചാപവും കേന്ദ്രത്തിൽ ഉണ്ടാക്കുന്ന കോണിന്റെ പകുതിയാണ് മറുചാപത്തിൽ ഉണ്ടാക്കുന്ന കോൺ. The angle made by any arc of a circle on the alternate arc is half the angle made at the center. അതായത് അർദ്ധവൃത്തത്തിലെ കോണുകളെല്ലാം തുല്യമാണെന്ന് കണ്ടതുപോലെ ഇവിടെ നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റും. വൃത്തത്തിലെ ഒരു ചാപം മറുചാപത്തിൽ ഉണ്ടാക്കുന്ന കോണുകളെല്ലാം തുല്യമാണ്. അതേ ചാപത്തിലും മറുചാപത്തിലും ഉണ്ടാക്കുന്ന ഏത് ജോഡി കോണുകളും അനുപൂരകമാണ്. All angles made by an arc on the alternate arc are equal. Hence, a pair of angles on an arc and its alternate arc are supplementary. അതായത് ഒരു ആർക്കിൽ ഉണ്ടാക്കുന്ന ആംഗിളും അതിന്റെ ഓൾട്ടർനേറ്റ് ആർക്കിൽ ഉണ്ടാക്കുന്ന ആംഗിളും തമ്മിൽ എന്താണ്? 180 ഡിഗ്രിയാണ്. ഒരു ചാപത്തിൽ ഉണ്ടാക്കുന്ന കോണും അതിന്റെ മറുചാപത്തിൽ ഉണ്ടാക്കുന്ന കോണുകളും പരസ്പരം അനുപൂരകമാണ്. രണ്ടും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 180 ഡിഗ്രി കിട്ടും. ഇപ്പൊ മനസ്സിലാക്കിയ കാര്യം ശ്രദ്ധിക്കുക. ഈ ഒരു ആംഗിൾ, സെൻട്രൽ ആംഗിൾ നമ്മൾ 100 ഡിഗ്രി എന്ന് ചൂസ് ചെയ്തും കഴിക്കാം. സിക്ക് പകരം 100 ഡിഗ്രി. അപ്പൊ ഇത് 100 ആണെങ്കിൽ ഈ ആംഗിൾ എ പി ബി എന്തായിരിക്കും? കോൺ എ പി ബി ഇതിന്റെ ഹാഫ് ആയിരിക്കും, അതായത് ഇത് 50 ഡിഗ്രി. ഇനി ഈ ആംഗിൾ കണ്ടെത്തണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? അതായത് ഒരു ചാപത്തിലെ കോണും അതിന്റെ മറുചാപത്തിലെ കോണും അനുകൂലകമാണ്. അതായത് ഒരു ആർക്കിൽ ഉണ്ടാക്കുന്ന ആംഗിളും അതേപോലെ അതിന്റെ ഓൾട്ടർനേറ്റ് ആർക്കിൽ ഉണ്ടാക്കുന്ന ആംഗിളും പരസ്പരം എന്താണ്? സപ്ലിമെന്ററി ആണ്, 180 ഡിഗ്രി ആണ്. അപ്പൊ ഇത് 50 ഡിഗ്രി ആണെങ്കിൽ ഇതായിരിക്കും 130 ഡിഗ്രി. ഇനി ഇത് 50 ആണെങ്കിൽ, അല്ലെങ്കിൽ ഇത് 100 ആണെങ്കിൽ ഇതാരാണെന്ന് മനസ്സിലാക്കാൻ പറ്റും, അല്ലെ? ആരാണ്? ഇതിന്റെ സം ഓഫ് ദീസ് ടു ആംഗിൾസ്, അല്ലെങ്കിൽ ആംഗിൾസ് അറൌണ്ട് എ പോയിന്റ് ഈസ് 360 ഡിഗ്രി. അപ്പൊ ഇത് 260 ആണെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇനി ഈ 100 ഉപയോഗിച്ച് നമ്മൾ 260 കണ്ടുപിടിച്ചു. അതിന് പകരം ഈ 130 ഉപയോഗിച്ചും ഇത് 260 ആണെന്ന് കണ്ടെത്താൻ പറ്റും. അതായത് ഈ ഒരു വലിയ ആർക്കിന്റെ സെൻട്രൽ ആംഗിൾ ആണ് നമുക്ക് കണ്ടെത്തേണ്ടത്. ഈ ഒരു വലിയ ആർക്കിന്റെ സെൻട്രൽ ആംഗിൾ കണ്ടെത്തണം. ഇത് ഈ ഒരു ആർക്ക് അതിന്റെ ഓൾട്ടർനേറ്റ് ആർക്കിൽ ഉണ്ടാക്കുന്ന ആംഗിൾ ആണ് 130. ഈ രണ്ട് ആംഗിൾ തമ്മിലുള്ള റിലേഷൻ എന്താണ്? ഇതിന്റെ ഡബിൾ ആണ്. നമ്മളിത് ഇവിടെ 50 പറഞ്ഞപ്പോൾ, അല്ലെങ്കിൽ ഇത് 100 പറഞ്ഞപ്പോൾ ഇത് 50 എന്ന് പറഞ്ഞല്ലോ, അല്ലെങ്കിൽ ഇത് 50 ആണെങ്കിൽ ഇത് 100 ആണ്. അങ്ങനെ വരുമ്പോൾ ഇത് 130 ആണെങ്കിൽ ആരായിരിക്കും? 260. അങ്ങനെ നമുക്കത് 260 ആണ് കണ്ടെത്താം.
വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഉപകാരപ്രദമാവുമെന്ന് കരുതുന്നു. ഇതിന്റെ ബാക്കി നമുക്ക് അടുത്ത ക്ലാസ് പഠിക്കാം. ഓക്കെ.